നെഗറ്റീവ് ഇമോഷന്റെ തുടക്കം കിടക്കുന്ന ഫിയർ ആണെന്ന് പറഞ്ഞു. അതെ. പോസിറ്റീവ് ഇമോഷൻസിന്റെ ടോപ്പിൽ നിൽക്കേണ്ടത് സന്തോഷമാണ്. അതെ. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീഴ്ച വന്ന ആദമിന്റെ സന്തതികളായിട്ട് ഈ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാണന് പൂർണ്ണമായിട്ടും വീണ്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ. പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫിയർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഉണ്ടാകാം. സാഡ്നെസ് ഇല്ലാതെ ജീവിക്കാൻ, ഇടയ്ക്കും തലക്കും വരാം. കോപമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. യെസ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട്. നിഷേധാർത്ഥകമാകുന്ന വികാരങ്ങളിൽ തന്നെ ഫിയറിനെ ഹെൽത്തി ഫിയർ എന്നും അൺഹെൽത്തി ഫിയർ എന്നും തിരിക്കണം. ഹെൽത്തി ഷെയിം എന്നും അൺഹെൽത്തി ഷെയിം എന്നും തരം തിരിക്കണം. രണ്ടുമുണ്ട്, രണ്ട് വശങ്ങൾ ഓരോന്നിനും ഉണ്ട്. ഫിയർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ ആരോഗ്യപരമാകുന്ന ഫിയർ എനിക്ക് ആവശ്യമാണ്. എന്നാൽ ഈ ആരോഗ്യപരമാകുന്ന ഫിയർ എപ്പോൾ അൺഹെൽത്തി ആയി തീരുമോ സൈക്കാട്രിക് രോഗമായി മാറി, ഫോബിയ ആയിട്ട് മാറുകയാണ്. അത് ഫോബിയ ആയിട്ട് മാറുകയാണ്. എന്നാൽ ജോയെ സംബന്ധിച്ചിടത്തോളം ജോയ് നല്ല വികാരങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു, നല്ല വികാരമാകുന്നു. ആ ജോയിയാണ് തലപ്പത്ത് കൊണ്ടുവരേണ്ടത്. താഴെ നമുക്ക് ചിലപ്പോൾ ഹെൽത്തി ഫിയർ ആവശ്യമാണ്. ഹെൽത്തി ഫിയർ ജോയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ജോയ് താഴെ പോകുകയും എപ്പോൾ ഫിയർ മുകളിൽ കയറുകയും ചെയ്യുമോ തീർന്നു. അൺഹെൽത്തി ഫിയർ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പോയി. അൺഹെൽത്തി സാഡ്നെസ് മുകളിൽ കയറി കഴിഞ്ഞാൽ ആള് ഡിപ്രഷനിലായി. ഡിപ്രഷനിലായി. വളരെ ശ്രദ്ധിക്കണം. മാസ്റ്റർ ഇമോഷൻ ജോയ് ആയിരിക്കണം.